ரூபாயா? 500 ரூபாய்க்கு தங்கம் வாங்கினா என்ன பிரயோஜனம்? അല്ലിച്ചാലും ഇത് വെള്ളരിക്ക കച്ചവടമൊന്നുമല്ല. ചുരുങ്ങിയത് 25 25 ലക്ഷം എന്ന് വെച്ചാൽ 25,000. പക്ഷേങ്കിൽ ഇത് വിറ്റാൽ കിട്ടുന്ന ലാഭം 50,000. ഇതിലും ചുരുങ്ങിയ ബിസിനസിന് നമ്മളെ കാണാം. അപ്പോ മുതലാളി ഇറങ്ങുകയല്ലേ? ഇറങ്ങാനോ? 25,000 കമ്മി ബിസിനസ്സിൽ നമ്മൾ ചൊല്ലല്ലേ? ഒന്നേറെ എടുക്കാൻ 25,000. മുതലാളി ഇവിടെ ഇരിക്കണം, ഞാൻ ഇതാ വരാം. ഇത് വാങ്ങും. இப்ப நம்ம கையில 10,000 ரூபாய் இருக்குல்ல, அதங்க இருக்கட்டும் முத்து. சொல்றது கொள்ளுங்க. இப்போ 15,000 ரூபாய்க்கு நம்ம கிட்ட இருக்கிற தங்க நகையெல்லாம் விற்றா பத்தாதா? ஐயோ, இருக்கிற நகை வித்து திருட்டு தங்கம் வாங்குற மாதிரி இருக்கு. அவலட்சணமா பேசணும். அவன் போறதுக்குள்ள காரியத்தை முடிக்க பாருங்க. புத்தி இருக்கா அவங்களுக்கு? 50,000 ரூபாய் தங்கம் 25,000 ரூபாய் கிடைக்கும். சும்மாவா? ஆமா, இஷ்டப்படி ஆகட்டும். ശരി മുതലാളി, 25,000 25,000 എങ്കിലും നമ്മളെ. പിന്നെ എന്താണ് നിങ്ങളെന്നെ പറ, എന്താണിത്? 10 രൂപ നോട്ടിന്റെ പകുതി തന്നെ. നിങ്ങൾ ഇതും കൊണ്ട് കൊണ്ടോട്ടി വരണം. പോണം. ഏത് കൊണ്ടോട്ടി? കോഴിക്കോടിന്റെ അടുത്തുള്ള കൊണ്ടോട്ടി കുടിയിരിക്കുക. അവിടെ അശ്വതി നഴ്സിംഗ് ഹോം ഒരു ആശുപത്രി. അവിടെ ലാക്കട്ടർ സുധാകര. സാരമില്ല, ഈ മരുന്ന് വാങ്ങി കഴിച്ചാൽ മതി. ഇരിക്കണം. എന്താണ് അസുഖം? അസുഖമോ? അസുഖം എന്താണെന്ന് ചോദിച്ചാൽ എത്ര വേണം? ഒരു 25,000 ഇരിക്കട്ടെ. രൂപ കൊണ്ടുവന്നിട്ടുണ്ടോ? പണമെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? സിസ്റ്റർ ഗ്രേസിയെ വിളിക്കൂ. സാധനം എന്റെ കയ്യിലില്ല. വേറെ ഒരാളാണ് കൊണ്ടുവരുന്നത്. പക്ഷെ കൊണ്ടുവന്നതെല്ലാം തീർന്നു. ഇനി 2 ദിവസത്തെ താമസം ഉണ്ടാകും. ഇദ്ദേഹത്തിന് 12-ാം നമ്പർ ബെഡ് കൊടുക്കൂ. അയ്യോ, ഞാൻ വന്ന് ആശുപത്രിയിൽ താമസിക്കാനോ? ഇവിടെ താമസിക്കാനുള്ള ലോഡ്ജുകളൊന്നുമില്ല. ഈ ഏർപ്പാടിന് വരുന്നവരെ ഞാൻ ഇവിടെയാണ് താമസിപ്പിക്കാറ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഒരു മിസ്റ്റർ ഭാസ്കര മേനോന്റെ നഴ്സിംഗ് ഹോമാണ്. അദ്ദേഹത്തിന്റെ മകൾ അശ്വതിയുടെ പേരിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അശ്വതിയും ഇവിടുത്തെ ഒരു ഡോക്ടറാണ്. ഇവർക്ക് 2 പേർക്കും ബിസ്ക്കറ്റിന്റെ ഏർപ്പാട് അറിയാൻ പാടില്ല. ഇഷ്ടം നിൽക്കുന്നുള്ള സാരമില്ല. മിസ്റ്റർ മേനവനോ ഡോക്ടർ അശ്വതിയോ ചോദിച്ചാൽ നിങ്ങൾ ഒരു രോഗിയാണെന്നേ പറയാൻ പാടുള്ളൂ. ഇപ്പൊ ഡോക്ടർ എന്ന് ചോദിച്ചു നോക്കണം. ഞാൻ രോഗിയാണെന്നേ പറയൂ. വരൂ. അപ്പോ വരൂ. ഇതാ ഇവിടെ കിടന്നോളൂ. ഗ്രേസിയമ്മ, ഞാൻ ഇവിടെ ഇരുന്നാലും പോരെ? പോരാ, നിങ്ങൾ രോഗിയാണ്. ഇവിടെ കിടക്കണം. ഞാൻ വന്ന കാറ് വെളിയിൽ കിടക്കുന്നു. ഡ്രൈവറോടൊന്ന് പറഞ്ഞിട്ട് വരാം. വേഗം വന്ന് കിടക്കണം. എന്റെ ഗുരുവായൂരപ്പാ, എനിക്ക് ഈ ഗതി വന്നല്ലോ. ഇല്ല, ഡോർ അടച്ചേക്കൂ. ഇവിടുന്ന് 2 ദിവസം ചികിത്സ കഴിഞ്ഞാൽ പോകാനൊക്കെയുള്ളൂ. കാറുക അങ്ങോട്ട് നീക്കിയിട്ടേക്കൂ. നിങ്ങൾക്ക് 2 ദിവസത്തെ ചെലവിനുള്ള രൂപ. 2 ദിവസത്തേക്ക് 4 രൂപയോ? ഇവിടെ തിന്ന് സൂചിക്കാൻ വന്നതല്ല, ചികിത്സയ്ക്ക് വന്നതാണ്. ചികിത്സ അങ്ങനെയല്ലേ? എനിക്ക് രോഗമൊന്നുമില്ലല്ലോ. അതുകൊണ്ടൊക്കെ സൂചിച്ചാൽ മതി.
എന്റെ മരുമകൻ ഇതൊരു ശല്യമായല്ലോ. നേരത്തെ നിങ്ങളൊന്ന് പറഞ്ഞല്ലേ എപ്പോഴൊക്കെയാണ് രോഗികളെ പരിശോധിക്കേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ അത്യാവശ്യമായി പുറത്തേക്ക് പോവുകയാണ്. വൈകിട്ട് ഒന്ന് പരിശോധിക്കാം. മരുമകനോ അമ്മാവനോ കാറ് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. നിങ്ങൾ എവിടെ പോന്നു? പ്രൈവറ്റ് ആശുപത്രിയിലെ ചികിത്സയ്ക്ക് പണം കൊടുക്കണമെന്ന് ഞങ്ങൾക്കും അറിയാം. പക്ഷെ അവിടുത്തെ ഡാക്ടർമാർക്ക് അശ്വിനി വാങ്ങിക്കുന്ന ഏർപ്പാട് ഇവിടെ മാത്രമേ ഉള്ളൂ. ഡോക്ടർ സുധാകരൻ നിങ്ങളുടെ അടുത്ത് കൈക്കൂലി ചോദിച്ചോ? എന്തിനാ ചോദിക്കുന്നത്? കൊടുത്തില്ലെങ്കിൽ രോഗിയുടെ അടുത്തെങ്കിലും വരികയില്ലെന്ന് മാത്രം. ശരി ശരി, രോഗിയെ കൊണ്ടുപോയി അവിടെ കിടക്കണം. വേണ്ട വേണ്ട, ഞങ്ങൾക്ക് ഇനി ഇവിടുത്തെ ചികിത്സയും വേണ്ട, നിങ്ങളുടെ സഹായവും വേണ്ട. നാട്ടിൽ വേറെ ആശുപത്രികൾ വല്ലതും ഉണ്ടോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. പതുക്കെ നട. ചേട്ടാ, പകുതി പേരമായ രോഗമുള്ള രോഗിയെ കൊണ്ടുപോകാനോ വഴിയിലെങ്ങാനും കൂടി ചെത്തുപോകും. ഡോക്ടർ സുധാകരനെ കുറിച്ച് ഇതിനു മുമ്പും ഇതുപോലുള്ള പരാതികൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വന്ന് പറയുമ്പോഴൊന്നും അച്ഛൻ ശ്രദ്ധിക്കാറേയില്ല. ഡോക്ടർ സുധ അങ്ങനെ ചെയ്യുമെന്ന് ഇനിയും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല മോളെ. അച്ഛൻ വിശ്വസിക്കണ്ട, പക്ഷേ അടുത്ത് തന്നെ നർസിംഗ് ഹോം അടച്ച് പൂട്ടേണ്ടി വരുമെന്ന് മാത്രം. നമ്മൾ കൊടുക്കുന്ന ബില്ല് അനുസരിച്ചുള്ള മുഴുവൻ തുക ഈ രോഗികൾ കൊടുക്കുന്നുണ്ട്. പോരാതെ കൈക്കൂലി കൂടെ കൊടുക്കണമെന്ന് വന്നാൽ നമ്മുടെ നർസിംഗ് ഹോമിൽ ആരെങ്കിലും ചികിത്സക്കായി വരുമെന്ന് അച്ഛൻ വിചാരിക്കുന്നുണ്ടോ? ഞാനൊന്ന് ചോദിച്ചോ? ഡോക്ടർ സുധയെ ഉപദേശിച്ച് നന്നാക്കാമെന്ന് അച്ഛൻ വിചാരിക്കണ്ട. ഒരു കാര്യം ഇന്ന് തന്നെ തീരുമാനിക്കണം. സുധ തന്നെ ഒരു ഡോക്ടർ ആയിരിക്കട്ടെ. ഞാൻ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ ഒരു ജോലി വാങ്ങിച്ചോളാം. അത് ശരിയാണോ മോളെ? മോളുടെ പേരിൽ തന്നെ നമുക്ക് സ്വന്തമായ ഒരു നഴ്സിംഗ് ഹോം ഇവിടെ ഉള്ളപ്പോൾ നീ മറ്റെവിടെയെങ്കിലും ജോലി അന്വേഷിച്ചു പോയാൽ ആളുകൾ എന്ത് പറയും? ആളുകൾ എന്ത് പറഞ്ഞാലും കൊള്ളാം. ഡോക്ടർ സുധയെ പോലുള്ള ഒരാളോട് ഒന്നിച്ച് ജോലി ചെയ്യാൻ ഞാൻ തയ്യാറല്ല. മോളൊരു കാര്യം മനസ്സിലാക്കണം. ഡോക്ടർ സുധയെ നമ്മൾ വിചാരിച്ചാൽ ഇന്ന് വേണമെങ്കിലും ഇവിടുന്ന് പുറത്താക്കാം. പക്ഷെ അത് ചെയ്യാമോ മോളെ? നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിന്റെ മകനായി പോയി. ഈ സുഹൃത്തിന്റെ മകൻ ചെയ്യുന്ന അക്രമങ്ങൾ കാരണം ജനങ്ങളുടെ മുഖത്ത് നമ്മൾ എങ്ങനെ നോക്കും? ആ കാര്യം അച്ഛൻ ആലോചിക്കാത്തത് എന്താ? സുഹൃത്തിന്റെ മകൻ തെറ്റ് ചെയ്താലും പേരുദോഷം ഉണ്ടാവുന്നത് നമ്മുടെ നഴ്സിംഗ് ഹോമിനാ. വിളിച്ചെന്ന് പറഞ്ഞു. എന്താ വിളിച്ചുകൂടെ? എന്തൊക്കെയാണ് സുധ ഞാൻ ഈ കേൾക്കുന്നത്? ഞാൻ സുധയെ പറ്റി ഇങ്ങനെയല്ല ധരിച്ചിരുന്നത്. ഒരു രോഗിയെ ചെന്ന് നോക്കണമെങ്കിൽ പോലും ഓരോ പ്രാവശ്യം സുധയ്ക്ക് കൈക്കൂലി തരണമെന്നാണല്ലോ രോഗികൾ പറയുന്നത്. ഇന്നിറങ്ങിപ്പോയ രോഗിയുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ അങ്ങ് ധരിച്ചു വെച്ചിരിക്കുന്ന എല്ലാം തെറ്റാണ്. എല്ലാ രോഗികൾക്കും ഞാൻ എപ്പോഴും അടുത്തുണ്ടാവണമെന്നാണ് ആഗ്രഹം. അത് സാധിച്ചെന്ന് വരില്ല. മാത്രമല്ല അതിന്റെ ആവശ്യവുമില്ല. അതുകൊണ്ട് വെറുതെ അനാവശ്യം പറയുന്നതാണ്. എന്നിട്ട് അശ്വതിയോട് പലരും പരാതിപ്പെടുന്നതാണല്ലോ അവൾ പറയുന്നത്. ഡോക്ടർ അശ്വതിക്ക് തന്നെ എന്നെ പറ്റി പരാതിയുണ്ട്. പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? എനിക്ക് നിങ്ങളെ പറ്റി പരാതി പറയേണ്ട കാര്യമൊന്നുമില്ല. രോഗികൾ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറേക്കാൾ വിശ്വാസം രോഗികളെ ആണെങ്കിൽ പിന്നെ ഞാനെന്ത് പറയാനാ? പല രോഗികളും നിങ്ങളെ പറ്റി ഒരു കാര്യം തന്നെയാണോ പറയുന്നത്? അപ്പോൾ ഞാൻ അവരെയാണോ നിങ്ങളെയാണോ വിശ്വസിക്കേണ്ടത്? ആരെ വിശ്വസിച്ചാലോ എനിക്കൊന്നുമില്ല. ഒന്നുമില്ലേ? മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രമേ ഇവിടെ ജോലി ചെയ്താൽ മതി. അശ്വതി, ഡോക്ടർ അശ്വതി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ഞാനൊരു ഡോക്ടറാണ്, നിങ്ങളുടെ ബാല്യക്കാരനൊന്നുമല്ല. അങ്ങനെ ഒരു ഡോക്ടറാണെങ്കിൽ മതി മതി, ഇനി നിങ്ങൾ തമ്മിൽ സംസാരിക്കേണ്ട. നീ അകത്തേക്ക് പോകും. ഇങ്ങനെ എന്തും കേട്ടുകൊണ്ട് ഇവിടെ ജോലി ചെയ്യാമെന്ന് ഞാൻ എഴുതി തന്നിട്ടൊന്നുമില്ല. നിങ്ങൾ തമ്മിൽ സംസാരിക്കേണ്ടതല്ലേ പറഞ്ഞത്? നീ ഞാൻ പറഞ്ഞ അനുസരിക്കില്ല അല്ലേ? എനിക്കിവിടുത്തെ ജോലി വേണ്ട സാർ. സുധയും ഇങ്ങനെ പെൺകുട്ടികളെ പോലെ തുടങ്ങിയാലോ? അവളോട് ആരോ എന്തോ പറഞ്ഞു. ശുദ്ധകാരി ആയതുകൊണ്ട് അവളോട് വിശ്വസിച്ചു, അത്രയോ. അല്ല, ഞാൻ അറിയാത്ത കാര്യങ്ങൾക്ക് അപവാദം കേൾക്കേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. അതൊന്നും സാരമല്ല സുധേ. രോഗികൾ പല തരക്കാരാണ്. അവരെയെല്ലാം ഇണക്കി ചേർത്തുകൊണ്ട് പോകേണ്ടത് നമ്മുടെ ഈ നഴ്സിംഗ് ഹോമിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. അപ്പോൾ ചിലരൊക്കെ സഹിക്കുകയും പൊറുക്കുകയും വേണ്ടി വരും. പിന്നെ അശ്വതി പറയുന്നത് അതൊന്നും സാരമാക്കാനില്ല. എന്റെ ഒരേ ഒരു മകളായതുകൊണ്ട് ഞാൻ അവൾക്ക് കുറച്ച് സ്വാതന്ത്ര്യം കൂടുതൽ കൊടുത്തുപോയി. അതുകൊണ്ടാണ്. അതൊന്നും സാരമാക്കാനില്ല.